എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള SSC ST PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ് നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ SBI Pay വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. SSC ST OBC അല്ല, ഈ ഒരു PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 920 രൂപയാണ് ഒരു മാൻഡേറ്ററി ഫീസായിട്ട് വരിക. നിങ്ങൾ ഓൾറെഡി അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിനോടൊപ്പം അഡ്മിഷന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കൂടി എടുത്ത് വിദ്യാർത്ഥികൾ ജൂലൈ 17-ാം തീയതിക്കകം പോയിട്ട് അഡ്മിഷൻ നേടുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രസ് റിലീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഫിലിയേറ്റഡ് കോളേജിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് SC ST PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപ്രകാരം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് SBI Pay അഡ്മിഷൻ ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. മറ്റു രീതികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ അത് ഒരു കാരണവശാലും പരിഗണിക്കില്ല. അതുപോലെ തന്നെ ഫീസ് അടക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ ഫീസ് അടച്ചവർ വീണ്ടും ഈ ഒരു പ്രസ്തുത ഫീസ് അടക്കേണ്ടതില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രവേശനത്തിനായിട്ട് 17/7/2024 അതത് കോളേജുകളിൽ ഹാജരാവേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ അഡ്മിഷന് ഹാജരാവാൻ സാധിക്കാത്തവർ ബന്ധപ്പെട്ട കോളേജ് പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടേണ്ടതാണ്. അതായത് നിങ്ങൾ കോളേജിൽ വിളിച്ച് പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ദിവസത്തേക്ക് അഡ്മിഷൻ നേടുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കി തരും. അതുപോലെ തന്നെ കോളേജുകളിൽ പ്രവേശനം നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അബാർ ID നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശന സമയത്ത് അതത് കോളേജുകളിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ട്, രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നിവ ഓൺലൈനായി അടച്ചതിൻ്റെ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്. ഇപ്പോൾ +2 സർട്ടിഫിക്കറ്റൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് അത് വാങ്ങിയിട്ടില്ലാതെ അത് വാങ്ങാത്ത വിദ്യാർത്ഥികൾ അത് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 17-ാം തീയതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കയ്യിലില്ലെങ്കിൽ അത് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അത് ഹാജരാക്കാൻ കുറച്ച് ടൈം ചോദിക്കുക. അതുപോലെ തന്നെ ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ജനനത്തീയതി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC, അതുപോലെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അസൽ കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് SC ST വിഭാഗത്തിലുള്ളവർക്ക്, ഭിന്നശേഷി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, അത് PWBD വിഭാഗത്തിലുള്ളവർക്കാണ്. അതുപോലെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ HSC VHSC THSC CBSE CISE NIOS കേരള +2 തുല്യത എന്നിവ ഒഴികെ മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർ കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അത് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ പോയി ഏകദേശം 100 രൂപയാണ് അതിന് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ ആ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും രേഖ, ഈ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണ്ട. ഈ ഒരു HSC VHSC THSC CBSE CISC അതുപോലെ തന്നെ NIOS കേരള +2 തുല്യത എന്നീ പരീക്ഷകൾ ഒഴികെയുള്ള ബോർഡുകളിൽ നിന്ന് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. അത് നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും രേഖയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് പ്ലേസ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, കേരളത്തിലാണ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് ഫോൺ ഓർ ഇമെയിൽ മുഖാന്തരം മാത്രം ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മെയിൽ ID വഴി മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.